മുൻപ് കാളപ്പോര് നടന്നിരുന്ന ഒരു അരീനയുടെ അകത്താണ് ഞാനിപ്പോൾ. ഇന്നിത് വലിയൊരു മാളായി മാറിയിരിക്കുന്നു. അരീനാസ് ദെ ബാഴ്സലോണ എന്ന മാൾ. കാളപ്പോര് നടന്നിരുന്നപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വലിയൊരു സ്റ്റേഡിയം, ചുറ്റോടു ചുറ്റും ആർപ്പു വിളിക്കുന്ന ജനങ്ങൾ, നടുക്ക് കാളക്കൂറ്റന്മാർ മുക്കറയിട്ട് പായുന്നു. ആ ഒരു വേദി ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ കാണാനാവുന്നു. ഇവിടെ ലിഫ്റ്റുകളുണ്ട്. ഈ ലിഫ്റ്റിൽ കയറി അരീനയുടെ ടെറസിലേക്ക് പോകാം. കാളപ്പോര് നടന്നിരുന്ന ആ അരീനയും അതിനു ചുറ്റും ആളുകൾ നിരന്നിരുന്ന ഗാലറിയുമൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ലിഫ്റ്റിൽ അങ്ങനെ നീങ്ങുകയാണ്. വിരളിയെടുത്തു പായുന്ന കാളകൾ, അവയെ മെരുക്കാനായി ചുവന്ന തുണിയുമായി നിൽക്കുന്ന മാറ്റഡോർ എന്നു പേരുള്ള പോരാളികൾ, അവരെല്ലാം നിറഞ്ഞാടിയിരുന്ന വേദിയാണ് മധ്യത്തിൽ. മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ ബാഴ്സലോണയിൽ വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് 1970കളിൽ കത്തലോണിയ മേഖലയിൽ കാളപ്പോര് നിരോധിച്ചത്. അരീനയാകട്ടെ പുതിയ രീതിയിൽ അതിനകത്ത് സ്ട്രക്ചറൽ വർക്കുകൾ ചെയ്ത് ഗർഡറുകൾ സ്ഥാപിച്ച് വലിയൊരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആക്കി മാറ്റി. പല നിലകളിലായി പ്രവർത്തിക്കുന്ന വലിയൊരു മാളാണ് ഇന്നിത്. മുകളിൽ ലിഫ്റ്റിൽ നിന്നിറങ്ങി ഒരു എസ്കലേറ്റർ കയറി വേണം ടെറസിലേക്ക് പോകാൻ. അങ്ങോട്ടും ധാരാളം ആളുകൾ വരുന്നുണ്ട്. മാളിൽ വരുന്ന ആളുകൾ ടെറസിൽ കയറി നിന്ന് കാഴ്ചകൾ കാണുന്നത് പതിവാണ്. മനോഹരമായ ഒരു വ്യൂയിംഗ് പോയിന്റാണ് ടെറസ്. എസ്കലേറ്ററിൽ നിന്നിറങ്ങി നടന്നു നഗരത്തിന്റെ വിശാല ദൃശ്യം കാണാവുന്ന ടെറസിലേക്ക്. ആക്സസോ ടെറസ എന്നെഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷും സ്പാനിഷുമായി വലിയ വ്യത്യാസമില്ലെന്ന് തോന്നും. ടെറസ് ആക്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനെയാണ് സ്പാനിഷിൽ ആക്സസോ ടെറസ എന്നെഴുതിയിരിക്കുന്നത്. സ്പാനിഷ് പഠിക്കാൻ എളുപ്പമാണ്. ഇംഗ്ലീഷിലും സ്പാനിഷിലും നിരവധി വാക്കുകൾ കോമൺ ആയിട്ടുണ്ട്. ടെറസിലേക്ക് ചെല്ലുമ്പോൾ അങ്ങകലെ അതാ വെനീഷ്യൻ ടവേഴ്സ്. ഈ താഴെ കാണുന്നതാണ് പ്ലാസ ദെ എസ്പാനിയ എന്ന വിശാല ചത്വരം. കവാടസ്തംഭങ്ങൾ പോലെ നിൽക്കുകയാണ് വെനീഷ്യൻ ടവേഴ്സ്. അതിനു പുറകിൽ ബാഴ്സലോണയുടെ നാഷണൽ മ്യൂസിയം ഓഫ് ആർട്ട്, കൊട്ടാരം പോലുള്ള ഒരു നിർമ്മിതിയാണ്. ഇതാണ് നാഷണൽ ആർട്ട് മ്യൂസിയം ഓഫ് കത്തലോണിയ. 1929 ബാഴ്സലോണയിൽ നടന്ന അന്താരാഷ്ട്ര എക്സിബിഷനു വേണ്ടിയാണ് പലാവു നാഷണൽ എന്ന ആ കൊട്ടാരം നിർമ്മിച്ചത്. ഇറ്റാലിയൻ ശൈലിയിലുള്ള മന്ദിരമാണത്. 3 ലക്ഷത്തോളം കലാസൃഷ്ടികളുണ്ട് ഇപ്പോൾ ആ മ്യൂസിയത്തിൽ. ഫിറ ദെ ബാഴ്സലോണ എന്ന കെട്ടിടമാണ് ഇടതുവശത്ത്. അതൊരു കൺവെൻഷൻ സെന്ററാണ്. അതിൻ്റെ അപ്പുറത്ത് വെനീഷ്യൻ ടവേഴ്സ്. 47 മീറ്റർ ഉയരമുള്ള ഗോപുരങ്ങളാണ്. വെനീസിലെ സെന്റ് മാർസ് കാമ്പാനീലിന്റെ മാതൃകയിലാണ് അവ പണിതിരിക്കുന്നത്. 1929 അന്താരാഷ്ട്ര പ്രദർശനത്തിന്റെ ഭാഗമായി പണിതതാണ് ആ ഗോപുരങ്ങളും. അതിന്റെ മുൻപിലായിട്ടാണ് പ്ലാസ ദെ എസ്പാനിയ, വൃത്താകാരത്തിലുള്ള ഒരു പ്ലാസ. അതിന്റെ മധ്യത്തിൽ വലിയൊരു ഫൗണ്ടൻ, മാർസ് ഫൗണ്ടൻ. അതിനു ചുറ്റും എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണിപ്പോൾ. കമ്പിയും നിർമ്മാണ വസ്തുക്കളുമൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഒരു ഭംഗിയില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു പ്ലാസ. നഗരത്തിന്റെ ഭാഗമായ മോണ്ട് ജൂയിക് കുന്നിലേക്ക് നീളുന്ന അവന്യൂ ഓഫ് ക്യൂൻ മരിയ ക്രിസ്റ്റീനയുടെ തുടക്കത്തിലാണ് വെനീഷ്യൻ ഗോപുരങ്ങൾ. ഈ ടെറസിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഒരു ഭാഗത്ത് കുറേ റെസ്റ്റോറന്റുകൾ. അരീനയുടെ ടെറസിലൂടെ ചുറ്റോടു ചുറ്റും നടക്കാം. നടക്കുമ്പോൾ പുറത്തുനിന്ന് കണ്ടതുപോലെയല്ല, അതിവിശാലമാണ് ഇതെന്ന് മനസ്സിലാകും. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മുമ്പേ കണ്ട വെനീഷ്യൻ ടവറും മ്യൂസിയവുമെല്ലാം. ഞാൻ ഇതിനെ ഒന്ന് ചുറ്റി വരാൻ തീരുമാനിച്ചു. പുറത്തുനിന്ന് നമ്മൾ കണ്ടപ്പോൾ ചെറിയൊരു കെട്ടിടം പോലെ തോന്നിയിരുന്നു. എന്നാൽ മുകളിൽ കയറി ടെറസിലൂടെ ചുറ്റോടു ചുറ്റും നടക്കുമ്പോഴാണ് അരീനയുടെ വൈപുല്യം മനസ്സിലാകുന്നത്. ടെറസിൽ കുറേ റെസ്റ്റോറന്റുകളും ചില മ്യൂസിയങ്ങളും ഷോപ്പുകളുമെല്ലാമുണ്ട്. ഇങ്ങനെ ചുറ്റും നടക്കുമ്പോൾ ബാഴ്സലോണ നഗരത്തിന്റെ ഓരോ ഭാഗത്തെയും കാഴ്ചകളാണ് കാണുന്നത്. ഈ ഭാഗത്ത് കുറേ പുതിയ കാല നിർമ്മിതികളുണ്ട്. ടെറസിൽ ചില എമർജൻസി എക്സിറ്റുകൾ. വലിയൊരു മാൾ പ്രവർത്തിക്കുന്നതിനാൽ അതിൻ്റെതായ അനുബന്ധ സംവിധാനങ്ങൾ. നടത്തം തുടർന്നു. മലനിരകൾക്ക് ചുവട്ടിലുള്ള ബാഴ്സലോണയുടെ കിടപ്പ് ഇവിടെ നിന്ന് കൂടുതൽ വ്യക്തമാകും. നേരെ പുറകിൽ കാണുന്നത് ടിബിഡാബോ എന്ന മലയാണ്. അതിൻ്റെ മുകളിൽ ഒരു പള്ളിയുണ്ട്, ടിബിഡാബോ ചർച്ച്. ധാരാളം ടൂറിസ്റ്റുകളും തീർത്ഥാടകരും പോകുന്ന ഒരു സ്ഥലമാണത്. വളരെ പ്രശസ്തമാണ് ആ പള്ളിയും ടിബിഡാബോ മലയും. അവിടേക്ക് പോകാൻ എനിക്ക് നേരമില്ല.
ഈ കൂറ്റൻ ഗർഡറുകൾ കൊണ്ട് ഈ പഴയ അരീനയ്ക്ക് മേൽക്കൂര തീർത്തിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഒരു എക്സ്പീരിയൻസ് സെന്റർ കാണാം. ഇത് അന്റാർട്ടിക്ക എക്സ്പീരിയൻസ് എന്ന ഒരു കേന്ദ്രമാണ്. പെൻഗ്വിനുകൾ ഉൾപ്പെടെ അന്റാർട്ടിക്കയുടെ സാഹചര്യങ്ങൾ കൃത്രിമമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരിടം. അവിടെയും കയറാനാവില്ല. ബാഴ്സലോണയിൽ ചെലവഴിക്കാൻ ഇനി എനിക്ക് അധികം സമയമില്ല എന്നതാണ് കാരണം. ഒരു റൗണ്ട് കറങ്ങി ഞാൻ വരുമ്പോൾ അങ്ങകലെ മ്യൂസിയം കാണാം. വേറൊരു ഭാഗത്ത് ഈ കൂറ്റൻ മാളിനെ തണുപ്പിക്കുന്ന എയർ കണ്ടീഷൻ സംവിധാനങ്ങളും മറ്റും മുകളിൽ നിന്ന് കാണാനാവുന്നു. നമ്മൾ പലപ്പോഴും ഒരു മാളിനകത്തോ വലിയ ഹോട്ടലിനകത്തോ കയറുമ്പോൾ അതിനകം തണുപ്പിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. ധാരാളം പേർ ഈ ടെറസിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രൈവസി ഉണ്ടിവിടെ. നഗരത്തിന്റെ ഒത്ത നടുക്കാണെങ്കിലും ആ തിരക്കിൽ നിന്ന് മാറി ആളുകൾ വെറുതെ കഥ പറഞ്ഞിരിക്കാനും കുട്ടികളുമൊക്കെയൊത്ത് നടക്കാനും വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അരീനാസ് ടെറസ്. ഞങ്ങൾ ഒരു കറക്കം പൂർത്തിയാക്കി. ഇനി തിരികെ താഴേക്കിറങ്ങാമെന്ന് തീരുമാനിച്ചു. തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. എങ്കിലും സുഖകരമായ അന്തരീക്ഷമാണ്. കൊതുകോ ദുർഗന്ധമോ ഒന്നുമില്ലാത്തതിൻ്റെ ഒരു സുഖം കൂടിയുണ്ട്. ഇനി നമുക്ക് ഷോപ്പിംഗ് സെന്ററിലേക്ക് ഇറങ്ങാം. ഷോപ്പിംഗ് സെന്റർ എന്നത് പല ബ്രാൻഡുകളുടെ ഷോറൂമുകളും ഔട്ട്ലെറ്റുകളും ഒക്കെയുള്ള ഇടമാണ്. ബാഴ്സലോണയിൽ കാളപ്പോര് ആളുകളുടെ വലിയ ആവേശമായിരുന്ന കാലത്ത് ആ വിനോദം നഗരവാസികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി നിർമ്മിച്ച അരീനയായിരുന്നു ഇത്. ഓഗസ്റ്റ് ഫോണ്ട് ഈ കരേരാസ് എന്ന കത്തലാൻ ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത അരീന 1900 ജൂൺ മുതൽ 1977 ജൂൺ വരെ ഇവിടെ നിരന്തരം കാളപ്പോര് നടന്നിരുന്നു. പിന്നീടാണ് മൃഗസ്നേഹികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കാളപ്പോര് നിരോധിച്ചതും ഇതൊരു മാളാക്കി മാറ്റിയതും. പണ്ട് കാളക്കൂറ്റന്മാർ പോരാടിയിരുന്ന സ്ഥലത്ത് ഇന്ന് കുട്ടികൾ കളിച്ചു നടക്കുന്നു. റെസ്പോൺസീവ് ഫ്ലോറാണ്. നമ്മൾ നടക്കുന്നിടത്ത് പൂ വിരിയുകയും കുമിളകൾ വരികയും ഒക്കെ ചെയ്യും. എത്രയോ കാളപ്പോരുകൾ നടന്ന ഒരു മൈതാനമായിരുന്നു ഇതെന്നോർക്കണം. ഞാനും കൂടെയുള്ള അഡ്വക്കേറ്റ് ജീനും പുറത്തേക്കിറങ്ങി. ഇനി ഇവിടെ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അരീനയുടെ നേരെ താഴെയാണ് മെട്രോ സ്റ്റേഷൻ. ഇതെല്ലാം വളരെ ആസൂത്രിതമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ സൗകര്യപ്രദം. മാളിൽ നിന്നും ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ലാം. എസ്പാനിയ സ്റ്റേഷനാണിത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനങ്ങളിലൊന്നാണ് ബാഴ്സലോണ മെട്രോ. മെട്രോ എന്ന സംവിധാനത്തെപ്പറ്റി ലോകം ചർച്ച ചെയ്യുന്നതിനു മുൻപ് തന്നെ ബാഴ്സലോണയിൽ ഭൂഗർഭ റെയിൽവേ ഉണ്ടായിരുന്നു. 1863 നിർമ്മിച്ച ആ സംവിധാനം ഇപ്പോൾ ഈ മെട്രോയുടെ L6 എന്ന ലൈനാണ്. നിലവിൽ 12 ലൈനുകളും 170-ലധികം സ്റ്റേഷനുകളുമുണ്ട് ബാഴ്സലോണ മെട്രോയ്ക്ക്. ഇതിൽ 2 ലൈനുകളിൽ ഡ്രൈവറില്ലാതെ സ്വയം നിയന്ത്രിതമായ ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ഞങ്ങളിനി ഇവിടെ നിന്ന് പ്ലാസ ദെ കത്തലോണിയ എന്ന സ്ക്വയറിലേക്കാണ് പോകുന്നത്. കത്തലോണിയ സ്ക്വയറിലേക്ക്. അവിടേക്കുള്ള മെട്രോയിൽ കയറി. അഡ്വക്കേറ്റ് ജീനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ മെട്രോ ശൃംഖല എന്നാണ് ബാഴ്സലോണ മെട്രോയുടെ വിശേഷണം. ഒരു നൂറ്റാണ്ടിലേറെ നീളുന്ന ചരിത്രത്തിനിടെ ഇവിടെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ച ചരിത്രവും ഈ മെട്രോയ്ക്കുണ്ട്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ഫാസിസ്റ്റ് സൈന്യം ബാഴ്സലോണയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. അപ്പോൾ മെട്രോയുടെ ഭൂഗർഭ തുരങ്കങ്ങളും സ്റ്റേഷനുകളും ബോംബ് ഷെൽട്ടറുകളാക്കി മാറ്റി. അന്ന് ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ച് സ്റ്റേഷനുകളിൽ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഞങ്ങൾ കത്തലോണിയ സ്റ്റേഷനിലേക്ക് ചെന്നിറങ്ങി. പുറത്തേക്ക് നടക്കുകയാണ്. ട്രെയിനിൽ കയറാൻ ചെല്ലുമ്പോൾ ടിക്കറ്റ് കാണിച്ചാൽ മതി. പുറത്തേക്കിറങ്ങാനായി ചെല്ലുമ്പോൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറക്കും. അതിവിപുലമായ ഒരു ലോകമാണ് ഭൂമിക്കടിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ബാഴ്സലോണയിൽ വാഹന പാർക്കിങ്ങും മെട്രോയും ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിൽ ചെറിയ മാളങ്ങൾ പോലെയല്ല. ചിലയിടത്ത് ഇത്തരത്തിൽ അതിവിശാലമായ ഹോളുകൾ പണിതു വച്ചിട്ടുണ്ട്. അവിടെ കലാകാരന്മാർ നിന്ന് പാട്ടുപാടുന്നു. പല പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിഞ്ഞു പോകാനുള്ള വഴികൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ സങ്കല്പത്തിന് അതീതമായ ഒരു വിശാല ലോകമാണ് ഭൂഗർഭത്തിൽ. മണ്ണിടിഞ്ഞു വീഴില്ലേ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അതൊന്നും ഉണ്ടാവില്ല. വളരെ ആസൂത്രിതമായി സുരക്ഷാ മുൻകരുതലുകളോടെ നിർമ്മിച്ചവയാണ് ഈ ഓരോ സംവിധാനവും. ഞങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് കത്തലോണിയ സ്ക്വയറിലേക്ക് കയറി വന്നു. ഇവിടെ രാത്രി ആഘോഷത്തിനു വേണ്ടി റെസ്റ്റോറന്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞു.
നേരം ഇരുട്ടിത്തുടങ്ങി. വഴിയോരങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ മേശകസേരകളിലൊക്കെ ആളുകൾ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രാത്രിയിലെ ആഘോഷം തുടങ്ങുകയാണ്. സുഖകരമായ അന്തരീക്ഷം. നല്ല കാപ്പിയുടെ മണം പരന്നിരിക്കുന്നു. ആളുകൾ കൂട്ടമായി സ്ക്വയറിലേക്ക് ഇറങ്ങുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുന്നേരം ആളുകൾ കുറച്ചുനേരം സുഹൃത്തുക്കളുമൊക്കെയായി സല്ലപിച്ച് ആ ദിവസത്തെ ടെൻഷനെല്ലാം മറക്കാൻ ഇവിടേക്ക് വരുന്നു. ചിലർ കുട്ടികളും കുടുംബവുമൊത്ത് റെസ്റ്റോറന്റുകളിലേക്ക് വരും. കുറച്ച് ഷോപ്പിംഗ് നടത്തും. ഇതൊരു വീക്കെൻഡ് ഒന്നുമല്ല, സാധാരണ ദിവസമാണ്. എങ്കിലും വളരെ സജീവമാണ് പ്ലാസ ദെ കത്തലോണിയ. ഇത്തരം സ്ക്വയറുകൾ ഇവിടെയൊക്കെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു കേന്ദ്രമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് രാത്രിയിൽ നഗരങ്ങളിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വീടുകളേക്കാൾ വൃത്തിയാണ് ഇത്തരം നഗരചത്തുരങ്ങൾ എന്നതാണ് മറ്റൊരു കാര്യം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങൾ അങ്ങനെ നിൽക്കെ ഒരു കാർ വന്നു. ഇത് അഡ്വക്കേറ്റ് തോമസിന്റെ വണ്ടിയാണ്. ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നതാണ് അദ്ദേഹം. ഇന്ന് പകൽ നേരത്ത് വക്കീലിന് തിരക്കിട്ട കുറെ ജോലികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നെ കൊണ്ടുനടക്കാനുള്ള ചുമതല ഭാര്യ ജീനിനെ ഏൽപ്പിച്ചത്. ഞങ്ങൾ ഇനി ഈ നഗരത്തിന്റെ പ്രധാന ഭാഗത്തുനിന്നും പോവുകയാണ്. ബാഴ്സലോണയുടെ ഹൃദയമെന്നാണ് പ്ലാസ ദെ കത്തലോണിയ അറിയപ്പെടുന്നത്. നഗരത്തിന്റെ കേന്ദ്രഭാഗം. രാവേറെ ചെല്ലുവോളം സജീവമായിരിക്കുന്ന ഇടമാണിത്. ഇത് റാംല കത്തലോണിയ എന്ന സ്ട്രീറ്റാണ്. ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാം. ധാരാളം റെസ്റ്റോറന്റുകളുണ്ട് വഴിയോരങ്ങളിലെല്ലാം. ബാഴ്സലോണയിലൊക്കെ ശരിക്കും ചെലവഴിക്കേണ്ട സമയം സന്ധ്യാനേരമാണ്. കഴിഞ്ഞ 4 ദിവസമായി എന്നെ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് വക്കീൽ ദമ്പതിമാരായ തോമസും ജീനും. 4 ദിവസവും രണ്ടുപേരും മാറി മാറി എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി. പല പല സ്ക്വയറുകൾ കടന്ന് കാർ നീങ്ങുകയാണ്. സമയം മാത്രമല്ല, ഏറെ പണവും എന്റെ ഈ സുഹൃത്തുക്കൾ ചെലവഴിച്ചു. കാർ ഓടിച്ചു, ഭക്ഷണം വാങ്ങിത്തന്നു, വീട്ടിൽ സദ്യ ഒരുക്കി. കാർ ഒരിടത്തെത്തിയപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഞങ്ങൾ നേരത്തെ കയറിയ അരീനാസ് ദെ ബാഴ്സലോണയാണ് മുന്നിൽ. അതങ്ങനെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. എന്നാൽ പിന്നെ നമുക്കിവിടെ നിന്നാൽ പോരായിരുന്നോ എന്ന് ഞാൻ ജീനിനോട് ചോദിച്ചു. അഡ്വക്കേറ്റ് തോമസ് കാറുമായി ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഇനി പോകേണ്ട സ്ഥലം പറഞ്ഞപ്പോഴാണ് ഇവർക്കിതിന്റെ മുന്നിൽ കൂടിയാണ് പോകേണ്ടതെന്ന് മനസ്സിലായത്. എനിക്കിനി ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. ഇൻസൈഡ് എന്ന ഒരു ഹോട്ടൽ. അത് എയർപോർട്ട് റൂട്ടിലാണ്. ഏതായാലും 4 ദിവസം 2 വക്കീലന്മാരും കണ്ടമാനം കഷ്ടപ്പെട്ടിരിക്കുന്നു. എയർപോർട്ടിനടുത്തു തന്നെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിട്ടുള്ള ഇൻസൈഡ് ഹോട്ടൽ. ഇടതുവശത്ത് കാണുന്നതാണത്. ഇൻസൈഡ് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യാൻ കാരണമുണ്ട്. ഇനിയും ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. പുലർച്ചെയാണ് എനിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടത്. പുലർച്ചെ 4:30-ക്കെങ്കിലും പോകണം. ആ സമയത്ത് ഇവർ അകലെ സാൻ കുഗാത്തിൽ നിന്ന് വരേണ്ട കാര്യമില്ല. ഇൻസൈഡ് ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്. ഫ്രീ സർവീസാണത്. കൂറ്റനൊരു ഹോട്ടലാണ് ഇൻസൈഡ്. എയർപോർട്ട് ഹോട്ടൽ എന്ന് പറയാം. 100 കണക്കിന് മുറികളുള്ള ഹോട്ടൽ. അവിടെ എന്നെ ഇറക്കി. എന്റെ ലഗേജ് വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഭാര്യയും ഭർത്താവും യാത്ര പറഞ്ഞു. എവിടെ ചെന്നാലും ഇത്തരം മലയാളി സ്നേഹം എന്നെ വീർപ്പുമുട്ടിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും. ഇവിടെ ബാഴ്സലോണയിൽ വെച്ചാണ്. 2 പേർക്കും നന്ദി പറഞ്ഞു. മരങ്ങാട്ടുപള്ളിയിലേക്ക് ക്ഷണിച്ചു. അടുത്ത വരവിന് മരങ്ങാട്ടുപള്ളിയിൽ ഒന്നിച്ചു കൂടാം എന്ന് തീരുമാനിച്ചു. അവർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. 4 ദിവസത്തോളം അവർ എനിക്ക് വേണ്ടി സ്വന്തം ജോലികളെല്ലാം മാറ്റിവെക്കുകയായിരുന്നു. മനോഹരമായ ഒരു ഹോട്ടലാണ് ഇൻസൈഡ്. നല്ല വിശാലമായ ലോബി. ഇവിടെ കുറച്ചു നേരം ക്യൂ നിൽക്കണം. സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ മുറിയുടെ വാതിലിന് മുന്നിൽ നിൽക്കും പോലെ. കുറച്ചു നേരം നിന്നപ്പോൾ റൂമിന്റെ കീ കിട്ടി. ഹോട്ടലിന്റെ ലോബി ഒരു ലൈബ്രറി പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മ്യൂസിയം പോലെ. കുറെ പുസ്തകങ്ങളും മറ്റു വസ്തുക്കളുമെല്ലാമുണ്ട്. പ്രത്യേകമായൊരു തീമാണിത്. ഭക്ഷണം കഴിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് തോമസും ഭാര്യയും സിറ്റിയിൽ നിന്ന് ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ നേരത്തെ പൊയ്ക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം എന്ന് പറയുകയും ചെയ്തു. ഞാൻ മുറിയിലേക്ക് ചെന്നു. നല്ല മുറിയാണ്.
നല്ല സ്പേഷ്യസ് ആയ മുറി. 4 സ്റ്റാർ ഹോട്ടലായതിനാൽ മുറിക്കും സൗകര്യങ്ങൾക്കും നല്ല നിലവാരം പ്രതീക്ഷിക്കാമല്ലോ. ഇവിടെ എനിക്ക് കൗതുകം തോന്നിയത് ഇതിലാണ്. ഒരു പഴയ കറക്ക് ഫോൺ ഇരിക്കുന്നു. ഞാനതെടുത്ത് വെറുതെ റിസപ്ഷനിലേക്കൊന്ന് വിളിച്ചു. പഴയ ഓർമ്മകൾ ഒന്ന് പുതുക്കി. അന്നവിടെ അത്താഴം കഴിച്ച് വിശ്രമിച്ചു. അടുത്ത ദിവസം പുലർച്ചെ 4:30 ആയപ്പോൾ തന്നെ റെഡിയായി. എയർപോർട്ടിലേക്ക് ഓരോ മണിക്കൂറിലും ഈ മിനി ബസ് പോകും. 4:30-ക്കുള്ള ഈ ബസ്സിൽ പോകാൻ ഞാൻ മാത്രമല്ല, വേറെ 6-7 പേരുമുണ്ട്. എയർപോർട്ടിലേക്കുള്ള ഷട്ടിൽ സർവീസാണ്. ബാഴ്സലോണ എയർപോർട്ടിൽ എപ്പോഴും വിമാനങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയുമാണല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിമാനങ്ങൾ. എയർപോർട്ടിലേക്ക് പോകുന്നവർ മാത്രമാണ് ഇൻസൈഡ് ഹോട്ടലിൽ താമസിക്കുക. നഗരത്തിന്റെ പല ഭാഗത്തു നിന്ന് യാത്രയ്ക്ക് മുന്നോടിയായി അവർ ആ ഹോട്ടലിലെത്തും. അവർക്ക് ഏതു നേരത്തും എയർപോർട്ടിലേക്ക് എത്താൻ കഴിയണം. അതാണ് ആ ഹോട്ടലിന്റെ ആകർഷണം തന്നെ. ഇടയ്ക്ക് എയർപോർട്ടിലെ മറ്റൊരു ടെർമിനലിൽ ഒന്ന് പോയിട്ടാണ് ബസ് യാത്ര തുടരുന്നത്. ആ ടെർമിനലിൽ 1-2 ആളുകൾ ഇറങ്ങാനുണ്ടായിരുന്നു. അവരെ അവിടെ ഇറക്കി. ഖത്തർ എയർവേസ് വിമാനത്തിലാണ് എനിക്ക് പോകേണ്ടത്. 1-ാമത്തെ ടെർമിനലിൽ നിന്നാണത്. കുറേ ദൂരം കൂടി ഓടി ആ ടെർമിനലിലേക്കെത്തി. ഇതാണ് ടെർമിനൽ 1. നല്ലൊരു എയർപോർട്ടാണ്. ഞാൻ വന്നിറങ്ങിയതും ഈ എയർപോർട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങളെ ഇറക്കിവിട്ട് മിനി ബസ് പോയി. ബസ്സിന് അടുത്ത ട്രിപ്പിന് സമയമായിരിക്കും. ഞാൻ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു. 8:30-ക്കാണ് എനിക്കുള്ള ഫ്ലൈറ്റ്. 5 മണിയായപ്പോഴേക്കും ഞാനിവിടെ എത്തിയിരിക്കുന്നു. അല്പം നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തുന്നതാണ് എൻ്റെ പതിവ്. ഖത്തർ എയർവേസിന് വെബ് ചെക്കിങ്ങും ബാക്ക് ഡ്രോപ്പ് ഫെസിലിറ്റിയുമെല്ലാമുണ്ട്. കൗണ്ടറിൽ തന്നെ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുത്തു. ഇനി സെക്യൂരിറ്റി പരിശോധന നടത്തിയാൽ മതി. ഇപ്പോൾ ഇത്തരം രാജ്യങ്ങളിലെല്ലാം സെക്യൂരിറ്റി പരിശോധന അല്പം കഠിനം തന്നെയാണ്. ആ പരിശോധന കഴിഞ്ഞു. തുടർന്ന് നടക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കോ വലിയ മാളിലേക്കോ കയറിയതുപോലെയാണ്. സാധാരണ എയർപോർട്ടുകളിലെല്ലാം ഇങ്ങനെയാണല്ലോ. ധാരാളം കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ. റെസ്റ്റോറൻറ്റുകളുടെ നീണ്ട നിര തന്നെയുണ്ട് ഈ ഭാഗത്ത്. ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരമാണ്. 6 മണി കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന നേരം. എയർപോർട്ടുകൾ 24 മണിക്കൂറും സജീവമാണല്ലോ. ഞാൻ മുകളിലെ നിലയിലേക്ക് കയറി. താഴെ ഷോപ്പുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും എല്ലാം നിരകൾ. നേരം വെളുത്തിരിക്കുന്നു. എനിക്ക് പോകാനുള്ള ഖത്തർ എയർവേസ് വിമാനം റെഡിയായി നിൽക്കുന്നുണ്ട്. എങ്കിലും 7:45-നെ അതിനകത്തേക്ക് യാത്രക്കാരെ കയറ്റുകയുള്ളൂ. കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു. 7:50 ആയപ്പോഴേക്കും ഞാൻ ഗേറ്റിലേക്കെത്തി. ആളുകളെ കയറ്റി തുടങ്ങിയിരിക്കുന്നു. ഞാനും വിമാനത്തിനുള്ളിലേക്ക് നടന്നു. മടക്കയാത്രയിൽ എന്തിനാണ് ഈ കാഴ്ചകൾ കാണിക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിനുള്ള കാരണമുള്ളതുകൊണ്ട് തന്നെയാണ്. വിമാനത്താവളത്തിലെ പ്രോസസ്, വിമാനത്തിനുള്ളിലെ കാര്യങ്ങൾ, വിമാനത്തിന്റെ ടേക്ക് ഓഫ് എന്നിവയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ടെന്ന് എപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്. അവരൊന്നും വിമാനത്തിൽ കയറിയിട്ടേ ഇല്ലാത്തവരാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രധാനമായും ഇതെല്ലാം പകർത്തിയെടുക്കുന്നത്. വിമാനത്തിന്റെ അകത്തേക്കു കയറി. ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളിൽ ഒന്നാണല്ലോ. ഒരു 5 സ്റ്റാർ എയർലൈൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ കുബിക്കിളാണ് എൻ്റേത്. 2-3 തലയിണയും പുതപ്പുമെല്ലാമുള്ള സൗകര്യപ്രദമായ കുബിക്കിൾ. ഞാനതിൽ ഇരിപ്പുറപ്പിച്ചു. യാത്രക്കാർ ഇപ്പോഴും കയറുന്നുണ്ട്. മെനു കൊണ്ടുവന്നു വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അതിലുണ്ട്. പിന്നെയുള്ളത് സുരക്ഷാ അനൗൺസ്മെന്റാണ്. പഴയതുപോലെ ഗൗരവം പിടിച്ച ആംഗ്യങ്ങളൊന്നുമല്ല ഇപ്പോൾ. അല്പം കോമഡി ചേർത്ത് ഒന്ന് ഫണ്ണി പരിപാടിയാക്കി മാറ്റിയിരിക്കുന്നു സുരക്ഷാ നിർദ്ദേശങ്ങൾ. ചില ഹോളിവുഡ് നടന്മാരൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. വിമാനം കൃത്യസമയത്ത് തന്നെ നീങ്ങിത്തുടങ്ങി. പുറത്ത് ചെറിയ മൂടൽമഞ്ഞ് പരന്നിരിക്കുന്നു. ബാഴ്സലോണ എന്ന നഗരത്തോട്, സ്പെയിൻ എന്ന രാജ്യത്തോട് തന്നെ വിട പറയേണ്ട സമയമായിരിക്കുന്നു. ഖത്തർ എയർവേസ് ഖത്തറിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് ദിവസവും 3 സർവീസുകൾ നടത്തുന്നുണ്ട്. സീസൺ അനുസരിച്ച് ചിലപ്പോൾ സർവീസുകളുടെ എണ്ണം 2 ആകാറുമുണ്ട്. ഫുട്ബോളിന്റെ കേന്ദ്രം എന്ന നിലയിലാണ് ബാഴ്സലോണയെ നമ്മൾ പലരും അറിയുന്നത്. പക്ഷേ ചരിത്രത്തിന്റെ ഉൾത്തുടുപ്പുകളുള്ള ഒരു നാടാണിത്. നല്ല മനുഷ്യരുള്ള നാട്, സാംസ്കാരികമായ ഔന്നിത്യമുള്ള നഗരം.
കത്തലോണിയ എന്ന സാംസ്കാരിക പ്രദേശത്തിന്റെ ആസ്ഥാനം. എനിക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു നാടാണിത്. ഇവിടുത്തെ ഭക്ഷണം, കല, സംസ്കാരം എന്നിവയിലൊക്കെയുള്ള വൈവിധ്യം തന്നെ കാരണം. അന്തരീക്ഷത്തിന് ആകെ ഒരു മൂടലാണ്. പ്രകാശമില്ല. ഇന്ന് മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഞാൻ മടങ്ങുമ്പോഴേക്കും ഇവിടുത്തെ കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. മൂടൽമഞ്ഞ് കാരണം പുറത്തെ കാഴ്ചകൾ മറയുന്നു. വിമാനം പറന്നുയരുമ്പോൾ ഞാൻ യാത്ര പറഞ്ഞു. കത്തലോണിയയോട്, സ്പെയിനിനോട് തന്നെയും. ഞാൻ ക്യൂബിക്കിളിന്റെ വാതിലടച്ചു. വിമാനം സ്പെയിനിന്റെ ആകാശത്തു നിന്ന് മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഒരു 6.5 മണിക്കൂർ പറന്നു വേണം ഖത്തറിലെത്താൻ. ഞാൻ സീറ്റിലേക്ക് ചാരിക്കിടന്നു.